പറ്റി വെക്കാൻ. ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 15 വെറുതെ ബോറടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന കോലമാണിത്. ഉറക്കത്തിൽ നേരിട്ട് വന്ന കോലമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതിന് ശേഷം പിന്നെയും വരുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിത്തം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബിസി ആയിപ്പോയി. പിന്നെ അല്ലാണ്ട് വേറെ എന്താ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ഉദ്ദേശം വെച്ചാൽ എൻ്റെ അടുത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സ് എല്ലാ സജഷൻസ് ഒക്കെ തന്നായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ് വീഡിയോ ക്ലാരിറ്റി വീഡിയോയുടെ പോയിട്ട് കാര്യം സംസാരിച്ചു. ഇപ്പം ഒരാവശ്യമില്ല കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് ശേഷം എൻ്റെ ഫോൺ താഴെ വീണ് പൊട്ടി. ആ പൊട്ടിയെന്ന് വെച്ചാൽ വെറും പൊട്ടലല്ല, ഡിസ്പ്ലേ ഒന്നുമല്ല, എൻ്റെ ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ 2 ക്യാമറകളാണ് പൊട്ടി. അങ്ങനെ എൻ്റെ ക്യാമറയുടെ ലെൻസിനകത്ത് പൊടി കയറിയിട്ട് അങ്ങനെ കുറച്ച് ഡാമേജ് വന്നിട്ട് വീഡിയോ ക്ലാരിറ്റിക്ക് നല്ല പോലെ ബാധിച്ചു. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൗണ്ടിന് ആയിരുന്നു വെച്ചാൽ തുടക്കമല്ലേ ഉള്ളൂ, മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വാങ്ങണം അത്. പിന്നെ എൻ്റെ സംസാരത്തെ പറ്റി എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞ് ഇച്ചിരി ചമ്മിയാണ് കാര്യം. ചമ്മലുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാറി വരും, അത് മാറണം, അത് മാറും. സോ ഇനി ചിലരുടെ ചില റിയാക്ഷനെ പറ്റി പറയാം. ചിലർ നോ റിയാക്ഷൻ ആയിരുന്നു. നമ്മളെ അടുത്തറിയാവുന്ന ചില വ്യക്തികളുണ്ട്. അതിപ്പം നമ്മളറിയാം, നമുക്കറിയാം. അവരിപ്പം ഞാൻ ചാനൽ തുടങ്ങി കണ്ടു, ഞാനായിട്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെ അവർ ഇങ്ങനൊരു വ്യക്തി ചാനൽ തുടങ്ങി എന്ന രീതിക്ക് റെസ്പോൺസ് ഇല്ലാത്ത രീതിക്ക് പോകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ ബാധിക്കത്തില്ല, നെവർ മൈൻഡ്. പിന്നെ വീട്ടുകാർ, അച്ഛനും അമ്മയും പറഞ്ഞ് തുടങ്ങിക്കോ, നിൻ്റെ ഇഷ്ടം പോലെ. അല്ലെ, ഇതുവരെയായിട്ട് അച്ഛൻ അമ്മ മറ്റേ പഠിത്തത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലോ ഇതുവരെ എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു കാരണമാണ്. അവർക്കിപ്പോഴും ഞാൻ കുഞ്ഞാണെന്ന്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, അവരൊക്കെ പറഞ്ഞ് യെസ് യു ക്യാൻ ഡു എന്ന് പറഞ്ഞ സാധനം. കുറേ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു, കുറേ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചു. എനിക്കതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ചെറിയൊരു കാര്യം തുടങ്ങുമ്പം അവരങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നല്ലത്. പിന്നെ മൈൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ തിരിച്ച് മൈൻഡ് കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുപ്പും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം നമുക്കറിയാം നമ്മളോട് എപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് നമ്മളോട് നിൽക്കുന്നത് ആൾക്കാർ. മാറ്റം അല്ലാണ്ട് എന്ത് പറയും. ഇപ്പം നിങ്ങളൊക്കെ മഴയുണ്ടോ? ഇവിടെ ഇന്ന് രാവിലെ ഒരു മഴ പെയ്തിട്ടുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് കാര്യം എപ്പോഴാണ് ഞാൻ പഠിച്ചത് മെഴുവിൽ ടീച്ചേഴ്സ് സ്കൂളിൽ. ആ സ്കൂളിൽ എന്ന് വെച്ചാൽ എൻ്റെ വീട് തൊട്ടടുത്തെന്ന് വെച്ചാൽ ഒരു 1 കിലോമീറ്റർ ഉള്ളിലേ ഉള്ളൂ. ജൂൺ 5 പരിസ്ഥിതിദിനത്തിന് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് അങ്ങനെ കുറേ ദിവസം NSS സ്കൗട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ റാലി കാണും നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തിൻ്റെ ജംഗ്ഷൻ വരെ. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. ഞാൻ രാവിലെ ഇങ്ങനെ ഞാൻ മുറ്റത്ത് നിൽക്കുക, ചുമ്മാ നിൽക്കുക അമ്മയുടെ കൂടെ ഇങ്ങനെ. അപ്പോൾ ഭയങ്കര ആല കേൾക്കുന്നു, ഭയങ്കര ആലയും വിളിയേക്ക്. ഞാനപ്പം എന്തെന്തോ റോഡിൽ കൂടെ ആല വരുന്ന വേണ്ടി നോക്കിയപ്പോൾ എന്തുവാ റാലി പോവുക. അപ്പോഴമ്മ പറഞ്ഞേ, ഇപ്പം നിനക്ക് ഇതൊക്കെ തോന്നുന്നുണ്ടല്ലോ, പണ്ട് നീ വരുന്നതിലേക്ക് ഇതിലെ കൂടെ കലച്ചുകൊണ്ട് പോയി എന്നൊക്കെ. ഞാനപ്പോൾ പെട്ടെന്ന് സ്കൂൾ കാലത്ത് ആലോചിച്ചു, വയസ്സ് എത്ര പെട്ടെന്ന് നമുക്ക് കയറി പോകുന്നു. എനിക്കൊന്ന് 2012-13 വരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ശേഷം വാണം കണക്കിപ്പോയി. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. ചിലർ കാണും, നമ്മളെ കുറ്റവും പറയത്തില്ല നല്ലതും പറയത്തില്ല, ആ ഒരു സൈഡ് നിൽക്കും. അങ്ങനെയുള്ള നല്ലതാണ്, കാരണം പ്രത്യേകിച്ച് പ്രയോജനമില്ല, ഉപദ്രവമില്ലാത്ത രീതിക്ക്. അങ്ങനെയുള്ള ചിലർ സൈഡിലൂടെ പോയിട്ട് അപ്പുറത്ത് ഈ ചെറുക്കനെന്തോ കാണിക്കുന്ന രീതിക്ക് സംസാരിച്ചായിട്ട് ഞാൻ അറിഞ്ഞു. കൂടെ നിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നവർ കാണണം നിർബന്ധമില്ല. കണ്ടതുകൊണ്ട് എനിക്ക് പ്രയോജനമാണെങ്കിൽ നിങ്ങൾ കണ്ടോ, അതെനിക്ക് കുഴപ്പമില്ല. കുറ്റം പറച്ചില്ല, അത് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയാം. അല്ലാതെ ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അയ്യോ അതെന്താ ഇതെന്താ അങ്ങനെ എന്താ എന്ത് വെളുപ്പാടേ, അതൊന്നും വേണ്ട. എന്തിനുണ്ട് കേട്ട് പറയാം, ഞാൻ കേൾക്കാം. ഞാൻ ഇവിടെ കേൾക്കാൻ ഇരിപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ ഇത്രയും നാളും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത്, സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. ഇനിയും പറഞ്ഞാൽ ഞാൻ കേട്ടോളാം കേട്ടോ. ഹായ് ഗൈസ്,
വീട്ടിൽ ചുമ്മാ പോസ്റ്റ് അടിച്ചിട്ട് മുസ്കാൻ രാവിലെ സ്കൂളിൽ പോയിട്ട് ഉച്ചയൊക്കെയാണ് പോകുന്നത്. അപ്പം നമുക്കിനി 2 സ്ഥലത്ത് പോകണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര ബോറായി പോസ്റ്റ് അടിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. മുസ്കാൻ വന്നിട്ട് 2 ഐഡിയ പറഞ്ഞു. ഐഡിയ അല്ല, 2 ആവശ്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകണം. നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകാം. അതിന് വേണ്ടി നമുക്ക് മുസ്കാനെ കണ്ടേ. മുസ്കാനിക്ക് വന്നേ, മുസ്കാനിക്ക് വന്നേ. ചെറിയ ചമ്മൽ. ബാ. Hey guys, this is മുസ്കാൻ കരീം ഷേഖ് അബ്ദുള്ള. നമ്മളിപ്പോൾ എവിടെ പോവാ? ആശുപത്രി പോവാം. നമുക്ക് ആദ്യം എന്നാ ആശുപത്രി പോവാം. Bye. A few moments later. എന്ത് പറ്റി മുസ്കാനെ? പെട്ട് ഗായ്സ്, ആദ്യമേ പെട്ട് ഗായ്സ്, പോകുന്ന വഴിക്ക് പെട്ട് ഗായ്സ്. ചെറുതായിട്ടൊരു മഴ പെയ്ത്. അപ്പോൾ റെയിൻകോട്ട് ഇടാൻ വേണ്ടി ചെറുതായിട്ടൊരു വെയിറ്റിംഗ് ഷെഡിലെ സൈഡിലോട്ട് കയറി നിന്ന. റെയിൻകോട്ട് ഇട്ടിട്ട് തിരിച്ച് വന്നിട്ട് വണ്ടി സ്റ്റാർട്ടാകാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഞാനും മുസ്കാനും കൂടി നിന്ന് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എൻ്റെ പൊന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഗൈസ്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ഉരുട്ടിക്കൊണ്ട് പോവാ. എന്താ അവസ്ഥയാന്ന് ഓർത്തോണേ. ഓ അമ്പു ഇങ്ങോട്ട് നോക്ക്. ഒരു റെയിൻകോട്ട് ഇടാൻ വേണ്ടി കയറിയതാ. നിർത്തിയ പിന്നെ സ്റ്റാർട്ടാക്കാൻ ഭയങ്കര പാടാ. ആ കുറെ നേരം ഒന്ന് അടിച്ചു നോക്കിയില്ലേ? One eternity later. അവസാനം വണ്ടി സ്റ്റാർട്ടായിട്ട് ഞങ്ങൾ നേരെ, അതായത് എങ്ങും നിർത്തിയില്ല, വീഡിയോ എടുക്കാൻ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. കോഞ്ചേരി ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ എന്തോ ഭയങ്കര മഴയായിരുന്നു. അവിടെ ചെന്ന് മുസ്കാൻ ഡോക്ടറിനെ കണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ പോസ്റ്റ് വെച്ച് കുറേ നേരം നിന്ന്. ഹായ് ഗായ്സ്, സൗണ്ട് കേൾക്കുമോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ വീണ്ടും പ്രയത്നം ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തു. ഒരു ചടങ്ങായിരുന്നു. ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് കോളേജിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളപ്പം അവരെ തപ്പി കണ്ടുപിടിച്ച ആ ഒരു പ്ലാനിലാണ്. തപ്പി കിട്ടുമോ മുസ്കാനെ? ശുഭപ്രതീക്ഷ 24/7. ഞങ്ങളങ്ങനെ ഇന്ന് പോസ്റ്റ് അടിച്ച് അവസാനം അവർ വന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ബജ്ജിക്കടയിൽ പോയി ചായ കുടിച്ചു. ഞങ്ങളായിട്ട് നേരെ ഒരു സ്ഥലത്തോട്ട് പോയി. ആ സ്ഥലമാണ് ഗൈസ് ഞങ്ങളുടെ നാലുമണിക്കാറ്റ് എന്ന് വെച്ചാൽ കോളേജിന്, ഞങ്ങളുടെ സ്വന്തം കോളേജിന് തൊട്ട് താഴെയുള്ളൊരു പാടമാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ നാലുമണിക്കാറ്റ്. ഹായ് ഗൈസ്, ഒരു ദിവസത്തെ നീണ്ട ഒത്തിരി ശേഷം ഞാനും മുസ്കാനും കൂടെ രമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. രമ്യ സീസ് അബ്ദുള്ള, രമയുടെ കല്യാണം ഉടനുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ല എപ്പോഴും ഇവിടെ വന്നിട്ട് ദൈവഭജനങ്ങളുടെ കാര്യം എടുക്കുമെന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോവാ. ഞാൻ എടുക്കും, മുസ്കാൻ എടുക്കും. നീ എടുത്തായിരുന്നു ഇന്ന്? അവളെടുത്തു. അപ്പൊ ഞാൻ മുസ്കാൻ എടുക്കാം. ആദ്യം മുസ്കാൻ എടുക്കാം. ലേഡീസ് ഫസ്റ്റ്, ഗേൾസ് ഫസ്റ്റ്. അത് ഞാൻ എടുക്കാം. മാറിയേ, ഇപ്പൊ ബോയ്സ് ഫസ്റ്റ് ഞാൻ ആദ്യം എടുക്കുന്നു. അപ്പോൾ എന്താണ് കിട്ടിയത്? ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ എന്ന് വെച്ചാ കിട്ടിയത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഓ അങ്ങനെ. ആ കിട്ടിയല്ലേ, എടുക്ക്. എനിക്ക് കൊറേ കിട്ടി. അതെന്തുവാ എനിക്കറിയില്ല, കൊറേ കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ആർക്ക് കൊടുക്കാനാ? കൊറേ കഷ്ടപ്പാടും ദുരിതം അതൊക്കെ കൊടുക്കാനാ. ഇപ്പൊ എന്തെങ്കിലും വളർത്ത് വരും. നീ പിടിച്ചു. നീ നന്നാ കൂടെ ലക്ഷണമൊന്നും ഇല്ലെന്ന്. സിമ്പിൾ, ഇതാണ് വഴി, ഇതിലേ പോവുക. കറക്റ്റ് വെയിലാണ് ഗൈസ്. അതിന് വെച്ചാൽ എന്തിനാ ജോലിയെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ പോകുന്നതായിരിക്കും. മുസ്കാന് വന്നേക്കുന്ന ഇതാണ് വഴി, ഇതിലെ പോവുക. കറക്റ്റ് വഴി. അപ്പോൾ ഇന്നത്തെ കുറെ ചെറിയ കാര്യങ്ങൾ കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത് തരുമ്പോൾ പതിപതിയായിട്ടേ കാണത്തുള്ളൂ. കുറെ ചെറിയ കാര്യങ്ങളുടെ അവസാനം രമയുടെ വീടെത്തി. നമ്മൾ വീട് അവസാനം ഇപ്പൊ സമയം എത്ര? എനിക്കൊന്ന് 11 മണി കഴിഞ്ഞ് 11 മണിയായി. ഇനി എന്തായാലും വീട് ചെല്ലുമ്പോൾ 11:30 ആവും. ഇപ്പൊ ഇതൊക്കെ പോകുന്നുണ്ട്. രാത്രി തണുപ്പില്ല, അപ്പൊ ഇതൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഞങ്ങള്
വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പെട്ടെന്ന് കിടന്നുറങ്ങും. ഔട്ടർ ഒന്നും എടുക്കാൻ സമയം കാണത്തില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? നിർത്തുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബിന് എന്താ കാണിക്കണേ? സബ്സ്ക്രൈബ് അതും ചെയ്തു. ഷെയർ ചെയ്യേണ്ടത്, ഡിസ്ലൈക്ക് അടിക്കും. ഡിസ്ലൈക്ക് ചെയ്യണ്ട. എല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരിക. ബൈ ഗൈസ്. കൊടുക്കും.